Hello all, welcome back to Learnino. ജൂലൈയിൽ നടക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എക്സാമിനുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ. ബിഫോർ ദാറ്റ് കൺഫർമേഷൻ ഇനിയും കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ കൺഫർമേഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ടാവും. അതെനിക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് തന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഈ എക്സാമിന് ഈ 3 മാസം കൊണ്ട് ഇനി പഠിച്ച കിട്ടുമോ, സിലബസും കൂടെ വന്നതിന് ശേഷം ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ എനിക്ക് ഇത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ട്രിപ്പിളി കഴിഞ്ഞവരും ഈസി കഴിഞ്ഞവരും ഒക്കെ ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രിപ്പിളി കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇപ്പം ഇലക്ട്രോണിക്സിന്റെ പാർട്ടാണ് കൂടുതലും ഇപ്രാവശ്യത്തെ സിലബസിൽ വന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്, അതായത് മോഡ്യൂൾ 7 എന്ന് പറയുന്നത് അവർ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് പഠിച്ചെടുത്തിട്ട് വേണം. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഈസിക്കാരെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് മോഡ്യൂൾ പവർ സിസ്റ്റം എന്ന് പറയുന്നത് അവർക്ക് ന്യൂ സബ്ജക്റ്റ് ആണ്, പഠിച്ചിട്ട് വരണം. പിന്നെ ഇതില് ഏറ്റവും വലിയൊരു ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ്യൂൾ 8 എന്ന് പറയുന്നത്, മോഡ്യൂൾ 8 നമ്മൾ ഇപ്പോൾ സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസർ, സ്പീക്കർ, മൈക്രോഫോൺ 20 മാർക്ക്, അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജിൽ ആ മോഡ്യൂളാണ് വന്നിരിക്കുന്നത്. അതിനകത്തുള്ള ടോപ്പിക്സും ഇൻ ഡെപ്തിൽ നമ്മൾ ഡിഗ്രി ലെവൽ വേറെ എക്സാംസിനൊന്നും അങ്ങനെ അധികം വരുന്നതല്ല. ബാക്കിയുള്ളതൊക്കെ നമ്മളിപ്പോൾ അനലോഗ് സർക്യൂട്ട്സ് ആണെങ്കിലും ഡിവൈസസ് ആണെങ്കിലും ഡിജിറ്റൽ മൈക്രോ പ്രോസസർ, ഇതൊക്കെ നമ്മൾ എല്ലാ പരീക്ഷകൾക്കും ഈസിക്കാർ പഠിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയും, അത് രണ്ട് ആണെങ്കിലും ഇപ്പൊ ഈസിക്കാർക്കാണെങ്കിലും ട്രിപ്പിളിക്കാർക്കാണെങ്കിലും ഇത് കോർ സബ്ജക്റ്റ് ആണ്, അവർക്ക് പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. അപ്പോ രണ്ടുപേർക്കും ഒരുപോലെ ചാലഞ്ചിങ് ആണ് ഈ സിലബസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് എന്താ പറയാ ഒരു ചാലഞ്ച് ആയിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുത്ത് സിലബസ് നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കാൻ മടിക്കേണ്ട, എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുത്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് നല്ലൊരു സപ്പോർട്ടോടു കൂടി, ഒരു അക്കാഡമിക് സപ്പോർട്ടും ഒരു മെന്ററിങ് സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്തതൊന്നും ഇതിനകത്തില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് നമ്മളും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആ ഒരു ഷുവറിറ്റി ഞാൻ തരാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ബിഫോർ ദാറ്റ് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കാര്യം. യെസ്, നമുക്കിപ്പോ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം അത് നമ്മളെ ഏപ്രിൽ 29th മുതൽക്ക്, അതായത് കമ്മിങ് ഏപ്രിൽ 28th മുതൽക്ക്, കമ്മിങ് മൺഡേ മുതൽക്ക് നമ്മൾ അത് ഡെയിലി സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് പോവുകയാണ്. ഇപ്പൊ റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും. ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്സ് നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് പറയും. ഇപ്പൊ തന്നെ നിങ്ങൾ കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് നമ്മൾ പറയും. വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, മെറ്റീരിയൽ ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ആദ്യം അനൗൺസ് ചെയ്ത പോലെ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ ബുക്ക് ബണ്ടിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഹാൻഡ് ബുക്ക് വേണമെന്നുള്ളവർക്ക് ഹാൻഡ് ബുക്ക്, MCQ ബുക്ക് വേണമെന്നുള്ളവർക്ക് MCQ ബുക്ക്. ഓക്കെ, പിന്നെ ഇനി കുറെ പേർക്ക് ഒരു ഇതുണ്ട്, കാരണം ഇനിയിപ്പോ അസിസ്റ്റന്റ് എഞ്ചിനീയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുള്ളി ലെക്ചറർ വരും, സിലബസിൽ മാറ്റം ഉണ്ടാവുമോ എന്ന് അറിയില്ല. അപ്പൊ വീണ്ടും അതിന് എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അങ്ങനെ ഒരു ഇതുള്ളവർക്ക് നമ്മൾ 2-in-1 കോഴ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതേപോലെ തന്നെ പോളി ലെക്ചറർ, പിന്നെ ഇനി വരാൻ പോകുന്ന എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ്. അപ്പൊ അതിനൊക്കെ 2-in-1 കോഴ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും എല്ലാ എക്സാമും അപ്ലൈ ചെയ്തിട്ടില്ല, ചിലർ 2 എക്സാമിനൊക്കെ ഉള്ളൂ. ഇനി 3 പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ 3-in-1 കോഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2-in-1, 3-in-1 കോഴ്സുകൾ എടുക്കുന്നവർക്ക് നമ്മുടെ കംപ്ലീറ്റ് ബുക്ക് ബണ്ടിൽ, അതായത് ഹാൻഡ് ബുക്കും MCQ ബുക്കും ഫുൾ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് നമ്മുടെ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ. കാരണം റെക്കോർഡഡ് സെഷൻസ് കിട്ടും, ടെസ്റ്റ് കിട്ടും, പേഴ്സണൽ മെന്ററിംഗ് ഉണ്ടാവും, ഒപ്പം ബുക്സും ഉണ്ടാവും. അപ്പൊ ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. സോ നിങ്ങൾക്ക് ഏത് കോഴ്സ് ആണോ വേണ്ടത് എത്രയും പെട്ടെന്ന് എടുക്കുക. അത് ഞാൻ പറയാൻ കാരണം നമ്മൾ മൺഡേ മുതൽ പഠിച്ചു തുടങ്ങാണ്. ഒരു ദിവസം നിങ്ങൾ ഡിലേ വന്നു കഴിഞ്ഞാൽ അത്രയും നമ്മൾ പുറകിലാവും, അപ്പൊ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പൊ മാക്സിമം ഇന്നും നാളെ ആയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. യെസ്, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ടൈം വെച്ചിട്ടുണ്ട്, റിവിഷനുള്ള ടൈം വെച്ചിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിനുള്ള ടൈം വെച്ചിട്ടുണ്ട്. സോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏപ്രിൽ 28-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഏപ്രിൽ 28-ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂലൈ 27-ന് അവസാനിക്കുന്ന രീതിയിലാണ് ഈ സ്റ്റഡി പ്ലാൻ വരുന്നത്. അപ്പൊ ഇതിൽ മോഡ്യൂൾ 1, 2, 3, 4 ഇങ്ങനെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓരോ വീക്കിലേക്കാണ് നമ്മൾ ഓരോ മോഡ്യൂൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ April 28 സ്റ്റാർട്ട് ചെയ്തിട്ട് 29, 30, May 1, 2 5 ദിവസം കൊണ്ട് ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ കവർ ചെയ്യും. കവർ ചെയ്തതിന് ശേഷം May 3 നമ്മൾ അതിന്റെ ഒരു മോഡ്യൂൾ ഹൈലൈറ്റ് വീഡിയോ, അതേപോലെ തന്നെ ഒരു മാരത്തോൺ MCQ വീഡിയോ ഉണ്ടാവും. അതായത് കംപ്ലീറ്റ് മോഡ്യൂൾ ആസ് എ നട്ട്ഷെൽ നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് തരും. അതേപോലെ തന്നെ അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ഓരോ ദിവസവും പോകുന്ന ടോപ്പിക്സിന് MCQs അതാത് ദിവസം ഉണ്ടാവും. അത് കൂടാതെ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു മാരത്തോൺ MCQ സെഷൻ ഉണ്ടാവും. അത് ഈ പറഞ്ഞ May 3 ഉണ്ടാവും. ദെൻ May 4 ആ മോഡ്യൂളിന്റെ ടെസ്റ്റ് ആണ്. അപ്പൊ ഈ 5 ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, 6 ദിവസം പഠിച്ച കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് അന്ന് ടെസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾ അന്നത്തെ ദിവസം ഈ പറഞ്ഞ ഏതെങ്കിലും ദിവസം നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പഠിച്ച് ഫസ്റ്റ് മോഡ്യൂൾ May 4 ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഈ ഓരോ ദിവസവും നമ്മൾ ഓരോ പോർഷൻസ് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ഫോൾഡർ ഇട്ടിട്ടുണ്ട് ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. ആ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാം. ഫൈൻ. അങ്ങനെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു. സെക്കൻഡ് വീക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ 5 ദിവസം കൊണ്ട് പഠിക്കുന്നു. ഇതൊക്കെ 10 മാർക്കിനാണ് കേട്ടോ. ഈ ഫസ്റ്റും സെക്കൻഡും എല്ലാ മോഡ്യൂൾസും 10 മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് വീക്കിൽ നമ്മൾ 5 ദിവസം കൊണ്ട് പഠിക്കുന്നു. ദെൻ വീക്കെൻഡിൽ ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് സാറ്റർഡേ സൺഡേസ് ആണ്. സാറ്റർഡേ സൺഡേസിലായിരിക്കും നമ്മൾ അതിന്റെ റിവിഷനും അതിന്റെ ടെസ്റ്റും ചെയ്തു പോകുന്നത്. അങ്ങനെ നെക്സ്റ്റ് വീക്കിൽ മോഡ്യൂൾ 3, ഓക്കെ, മോഡ്യൂൾ 3 May 12 സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ തന്നെ May 19 മോഡ്യൂൾ 4, May 26 മോഡ്യൂൾ 5, ദെൻ June 2 സ്റ്റാർട്ട് ചെയ്യും മോഡ്യൂൾ 6, June 9 മോഡ്യൂൾ 7. ഇതുവരെയുള്ളത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇനി അങ്ങോട്ടുള്ള 2 മോഡ്യൂൾസ്, അതായത് മോഡ്യൂൾ 8 ആൻഡ് മോഡ്യൂൾ 9, അത് കുറച്ചധികം എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട മോഡ്യൂൾസ് ആണ്. മോഡ്യൂൾ 8 മോഡ്യൂൾ 9 നമ്മൾ 2 വീക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മോഡ്യൂൾ 8 എന്ന് പറയുമ്പോൾ 20 മാർക്സിന്, അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു മോഡ്യൂളാണ്. പഠിക്കാനും ഒരുപാടുണ്ട് ബാക്കിയുള്ള മോഡ്യൂൾസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ M8 നമ്മൾ 2 വീക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 2 വീക്കാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ മോഡ്യൂൾ 9 ചെയ്തിരിക്കുന്നത്. പവർ സിസ്റ്റത്തിനും 2 വീക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം പവർ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അതിനകത്ത് ഒരുപാട് ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഡ്യൂൾ 9 നമ്മൾ 2 വീക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ July 13 ആവുമ്പോഴത്തേക്ക് എൻറ്റയർ സിലബസ് കവർ ചെയ്യും. പിന്നെ വരുന്ന ദിവസങ്ങൾ July 14 to 27 റിവിഷന് വേണ്ടിയുള്ളതാണ്. ഓരോ മോഡ്യൂളിന്റെ റിവിഷൻ ചെയ്യാനുള്ള ടൈം, അതേപോലെ ഫൈനൽ ടെസ്റ്റ് ചെയ്യാനുള്ള ടൈം ഒക്കെയാണ് ആ ഒരു സമയത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിലായിരിക്കും ഓരോ ദിവസത്തെ സ്റ്റഡി ഗോൾ പോവാം. കൃത്യമായിട്ട് ഓരോ വീക്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് മെന്റേഴ്സ് ഉണ്ട്. ഓരോ വീക്കിലുള്ള ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് അതിലുള്ള ഇംപ്രൂവ്മെന്റ് എന്താണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് തന്നെയായിരിക്കും നമ്മളൊരു ജൂലൈ മിഡ് ആവുമ്പോഴത്തേക്കും ഫുൾ ആയിട്ട് നിങ്ങളെ എക്സാമിന് റെഡി ആക്കുന്നത്. ഓക്കെ, സോ ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമുക്ക് പഠിക്കാം. ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ട്, നമ്മൾ മോഡ്യൂൾ 8 മോഡ്യൂൾ 9 അവസാനം പഠിച്ചാൽ മതിയോ? അത് അങ്ങനെ മതി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ മോഡ്യൂൾ 8ലേക്കും 9ലേക്കും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് ഡിലേ ആവുന്നത് പോലെയും ബാക്കി ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് വരും. അപ്പൊ നമുക്ക് കുറച്ച് എന്താ പറയാ, ആദ്യത്തെ ആ മോഡ്യൂൾസ്, കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ EC-ക്കാർ ആണെങ്കിലും ഇപ്പൊ ട്രിപ്പിളിക്കാർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള പോർഷൻസ് ആണ്. ഇപ്പൊ മുന്നേ ഈ എക്സാം ഒക്കെ എഴുതിയിട്ടുള്ളവർക്കാണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാം എഴുതിയിട്ടുള്ളവർക്കാണെങ്കിലും ഒക്കെ അറിയാവുന്ന കുറെ സബ്ജക്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ആദ്യം കറക്റ്റ് ആക്കുക. ആ മോഡ്യൂൾസിന് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് മാർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവസാനം പഠിക്കാം. അപ്പൊ എക്സാമിനോട് അടുപ്പിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ അത് ഈസി ആയിട്ട് റിമെമ്പർ ചെയ്ത് എടുക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഐഡിയയിൽ തന്നെയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ April 28 തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇതില് നമ്മൾ പറഞ്ഞു എല്ലാ വീക്കിലും ടെസ്റ്റ് ഉണ്ടാവും, മോഡ്യൂൾ വൈസ് ടെസ്റ്റ് ഉണ്ടാവും, എല്ലാ വീക്കിലും റിവിഷൻ ഉണ്ടാവും. അപ്പൊ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് റിവിഷൻ അല്ല, നമ്മൾ ഓരോ മോഡ്യൂളും കഴിഞ്ഞിട്ട് റിവിഷൻ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും. നിങ്ങൾ ഒരു പകുതി ജൂണൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും, നമ്മൾ ഇത്രയും മോഡ്യൂൾസ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഓരോ വീക്കെൻഡ് കഴിയുമ്പോഴും നമ്മൾ അത്രയും മോഡ്യൂൾസ് പഠിക്കുകയും റിവിഷനും ടെസ്റ്റും കഴിഞ്ഞു എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ എക്സാമിന് കൺഫർമേഷൻ കൊടുത്ത് പ്രിപ്പയർ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. സോ നമുക്ക് April 28 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.